നമുക്ക് ഒരുപാട് കോൺസെൻട്രേഷൻസ് ഇൻഗ്രീഡിയൻസ് സെറത്തിൻ്റെ ഫോമിൽ അവൈലബിൾ ആണ് അല്ലേ? വിറ്റാമിൻ സി 10%, 15%, 20%, 23%, കിട്ടും. റെറ്റിനോൾ 0.5 കിട്ടും, 2.5 കിട്ടും, 0.1 കിട്ടും, 1 കിട്ടും. ഗ്ലൈക്കോളിക് ആസിഡ് 5 കിട്ടും, 6 കിട്ടും, 1 കിട്ടും, 7 കിട്ടും. സാലിസിലിക് ആസിഡ് അതുപോലെ തന്നെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏത് കോൺസെൻട്രേഷൻ സെലക്ട് ചെയ്യേണ്ടി വരും? കൺഫ്യൂഷൻ വേണ്ട. നിങ്ങൾ ഇതുവരെ ഒരു സിറോ അല്ലെങ്കിൽ ആ ഒരു ഇൻഗ്രീഡിയൻറ്റിൻ്റെ സിറം ഒന്നും യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് കിട്ടുന്ന കോൺസെൻട്രേഷൻ ഏതാണോ അതിൽ സ്റ്റാർട്ട് ചെയ്യാം. അതിലൊരു 5 months അല്ലെങ്കിൽ ഒരു 2 months ഒക്കെ യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾ അതിൻ്റെ തൊട്ട് ഹയർ കോൺസെൻട്രേഷനിലോട്ട് പോവുക. അല്ലാണ്ട് ഡയറക്റ്റ് പോയിട്ട് എനിക്ക് പെട്ടെന്ന് റിസൾട്ട് വേണമെന്ന് പറഞ്ഞ് ഹൈ കോൺസെൻട്രേഷൻ വാങ്ങിച്ച് യൂസ് ചെയ്താൽ നമ്മുടെ മുഖത്ത് പെട്ടെന്ന് ആക്നെ ബ്രേക്ക്ഔട്ട്സ് എല്ലാം വരാനുള്ള ചാൻസ് ഉണ്ട്. എക്സാക്ട്ലി നമ്മൾ ജിമ്മിൽ നമ്മൾ 1 kg ഡമ്പൽ എടുക്കുന്നതിന് വരെ നേരെ ഇപ്പോൾ 10 kg എടുക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. എന്നാൽ ഡോക്ടർ നെൽക്കൺ ബോക്സിൽ ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോക്ക് ഇപ്പോൾ മറക്കേണ്ട.